നമ്മൾ ഗാർഡനിലേക്ക് വേണ്ടിയിട്ട് ഒരു മിസ്റ്റിംഗ് സിസ്റ്റം സെറ്റാക്കിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഓരോന്നിൻ്റെയും പ്രൈസും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. സാധാരണ ഹാർഡ്വെയർ ഐറ്റംസും അതുപോലെ ഗാർഡൻ ആക്സസറീസും ഒക്കെ കിട്ടുന്ന കടകളിൽ ഇത് കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് അജ്മാനിലെ ഹമിദിയ പാർക്ക് വരുന്നത്. അതിനടുത്തായിട്ടുള്ളൊരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് തന്നെയാണ് മിക്കവാറും ഞങ്ങൾ ഗാർഡനിലേക്കുള്ള സാധനങ്ങളൊക്കെയും വാങ്ങാറുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് ഹാങ്ങിങ് സ്പ്രേ നോസിൽസ്. ഇതിലൂടെയാണ് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്നത്. ഇത് ഒരു 6 എണ്ണമേ നമ്മൾ ആദ്യം വാങ്ങിയിരുന്നുള്ളൂ. പിന്നെയുള്ളത് ടൈമറാണ്. ടൈമർ ഇപ്പം ഫുൾ ടൈം നമ്മൾ മിസ്റ്റിംഗ് ഓണാക്കി ഇടുവാണെങ്കിൽ നമുക്ക് ടൈമറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ മാനുവലി ഇടയ്ക്ക് പോയിട്ട് പൈപ്പ് ഓണാക്കി കൊടുക്കുകയാണെങ്കിലും ടൈമറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു ടൈമർ വാങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ കണക്കാക്കി വെച്ചിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ടൈമറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് 2 പൈപ്പ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരെണ്ണത്തിൽ നമുക്ക് മിസ്റ്റിങ്, ഒരെണ്ണത്തിൽ ഡ്രിപ്പിങ് അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 ഏരിയയിലോട്ട് സെപ്പറേറ്റ് പൈപ്പ് പോകണമെങ്കിൽ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ടൈമറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 കണക്ടർ വന്നിട്ടുണ്ട്. അത് ഓരോന്നിനും 6 ദിറംസാണ് വരുന്നത്. ഈ ടൈമറിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 180 ദിറംസാണ്. അതിലും കുറവുള്ളതൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ വൈഫൈ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പും ഒക്കെ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വാങ്ങിയെടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ UAE ചൂടിൽ അത് അധികം നാൾ ഇങ്ങനെ നിൽക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് വൈഫൈ ഓപ്പറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടത് ഇത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പൈപ്പാണ്. ഇത് നമുക്ക് മിസ്റ്റിംഗ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടൂള് മേടിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിൽ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ആ ഹോൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വാങ്ങിയിരിക്കുന്ന ഹാങ്ങിങ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഈ ഒരു പൈപ്പിനോടൊപ്പം എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിലും അല്ല ഇടയ്ക്ക് ഇങ്ങനെ മുറിക്കേണ്ടി വരുമൊക്കെ ആണെങ്കിൽ അതൊക്കെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ടേഴ്സ് മേടിക്കാൻ കിട്ടും. അതിന് 50 ഫിൽസ് ഒക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഈ പൈപ്പിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പറും വേണം. അതിനും ഒക്കെ 50 ഫിൽസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതെല്ലാം നമുക്ക് ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് നോക്കാം. അതെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ് വരുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ടൈമറിന് ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ ക്ലോക്കിലൊക്കെ ഇടുന്ന ടൈപ്പ് ആ ഒരു ടൈപ്പ് ബാറ്ററിയാണ്, 2 ബാറ്ററിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ബാറ്ററി ഇടാനുള്ള ഒരു കേസ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഊരി എടുത്തിട്ട് ബാറ്ററി ഇട്ടതിന് ശേഷം തിരിച്ച് ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൈമർ ഓണാണ്. ഇനി ഇതിൽ സമയവും എത്ര നേരം വെച്ചിട്ടാണ് നമുക്ക് മിസ്റ്റിംഗ് വേണ്ടതെന്നൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇവിടെ ഈ ഓട്ടോ എന്ന ബട്ടന് നേരെയായിട്ട് ഒരു വൈറ്റ് കളർ ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. അതിന് നേരെ വെച്ചിട്ടാണ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് സെറ്റ് ക്ലോക്കാണ്. ക്ലോക്കിൻ്റെ സമയം ഇപ്പോഴുള്ള കറക്റ്റ് സമയം നമുക്ക് സെറ്റാക്കി വെക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് അല്ലെങ്കിൽ മൈനസ് അടിച്ചിട്ട് നമുക്ക് സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഓട്ടോയിലോട്ട് ഒന്നുകൂടി തിരിച്ചാൽ മാത്രമേ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം സേവ് ആവുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളൂ. പിന്നെ സ്റ്റാർട്ട് ടൈം ഏത് സമയത്താണ് നമുക്ക് നെക്സ്റ്റ് മിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 5:03 ആണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഓട്ടോയിലോട്ട് തിരിക്കുക. അതിനുശേഷം ഹൗ ലോങ് എത്ര നേരമാണ് വേണ്ടത്. ഇപ്പോൾ 5 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനെയും പ്ലസ് ഓർ മൈനസ് തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഹൗ ഓഫൺ ഇപ്പം ഡെയിലി വേണോ അല്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണോ വേണ്ടത് അങ്ങനെയൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മിനിമം 6 hours ആണ് കാണിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു 3 hours കൂടുമ്പോൾ മിസ്റ്റിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാനുവലി തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 പൈപ്പ് ഉണ്ട്. അതിൽ സ്റ്റേഷൻ 1 or 2. അപ്പോൾ നമുക്കത് രണ്ട് ടൈമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. രണ്ടും കൂടി ഒരേ സമയത്ത് വർക്ക് ചെയ്യാറില്ല. ഇപ്പം അടുപ്പിച്ച് തന്നെ വേണമെങ്കിൽ ഒരെണ്ണം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പൈപ്പാണ്. ഇതാണ് നമ്മൾ ഈ ഒരു ടൈമറിൻ്റെ അടിഭാഗത്തായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. സപ്പോസ് ടൈമർ വെക്കുന്നില്ലെങ്കിൽ നമ്മുടെ ടാപ്പിൽ ഇതാണ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ കണക്ടറുകൾ മേടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ടൈമർ സെറ്റ് ചെയ്യലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി ബാക്കിയുള്ള പണി നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാനുള്ളതാണ്. ഈ ടൈമറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു കണക്ടർ ഒന്ന് ഘടിപ്പിച്ച് കൊടുക്കാം. അതുപോലെ ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്യാനും ഒരു കണക്ടർ ഉണ്ട്. അത് രണ്ടും ഞാൻ ആക്ച്വലി സൂം ചെയ്തിട്ട് എടുക്കാൻ വിട്ടുപോയി. ടൈമറിലേക്ക് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇതിങ്ങനെ ഒന്ന് തിരുക്കിയിട്ട് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഈ ഒരു ടൈമറിൻ്റെ അടിഭാഗത്തോട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഫിറ്റ് ചെയ്തതിന് ശേഷം ടാപ്പ് ഓൺ ആക്കുമ്പോൾ ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു ടേപ്പും കൂടി ചുറ്റിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്.
ഇനി ഈ ബ്ലാക്ക് കളർ പൈപ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു കണക്ടറിലാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഈ താഴത്തെ അടപ്പ് പോലത്തെ ഭാഗം ലെഫ്റ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടാവും. അവിടേക്ക് ഇങ്ങനെ ഈ ഒരു പൈപ്പ് വെച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും. അതിന് ടാപ്പൊന്നും ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇതിനിങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ മിസ്റ്റിങ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രിപ്പിങ് ചെയ്യുന്നത് പോലെയല്ല, നല്ല പ്രഷറിൽ ആ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ മാത്രം തന്നെ നമുക്ക് മിസ്റ്റിങ് വർക്ക് ആവുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു സ്പ്രെയർ വർക്ക് ആവത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ മോട്ടർ കണക്ട് ചെയ്തിട്ടില്ലാത്ത ഒരു പൈപ്പിൽ ഡയറക്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷണം ഫെയിലിയർ ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ മോട്ടർ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടാപ്പിൽ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം മോട്ടർ ഫുൾ ടൈം ഓണാക്കി ഇട്ടേക്കുവാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ആദ്യം ഫിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്യുന്നിടത്തൊക്കെ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ ഒരു ടേപ്പ് ചുറ്റിയിട്ട് ഇതൊക്കെ ഫിക്സ് ചെയ്ത് തുടങ്ങിയത്. ലീക്കിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു ബ്ലാക്ക് പൈപ്പിൽ ഈ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒന്ന് വെച്ച് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് പൈപ്പ് നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ ഇങ്ങനെ ഈ ഒരു മിസ്റ്റിങ് ഹാങ് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുകളിലൂടെ ഒക്കെ നമ്മൾ ഇതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ അത്യാവശ്യം വീടിൻ്റെ 4 വശത്തും ഇതിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഓൾറെഡി ഫ്രെയിം ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കെട്ടാൻ എളുപ്പമാണ്. അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഈ ഒരു ഹാങ്ങിങ് സംഭവം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില ഭാഗത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഫ്രെയിം ഇല്ലാത്ത ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് മരത്തിന്മേയൊക്കെയാണ് കെട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഫുള്ളായിട്ട് കെട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ടൂൾ വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഹോളിലേക്ക് ആ ഹാങ്ങിങ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് തിരികെ കയറ്റിയാൽ മതിയാവും. അപ്പോൾ അതൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മറുഭാഗം കൂടി നമ്മളിങ്ങനെ കുറച്ചൊന്ന് പൊക്കത്തിലേക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കെട്ടിയതുപോലെ വെച്ചിട്ട് അതിനുശേഷം നമ്മളൊന്ന് ഓണാക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈമറിൽ ഓൾറെഡി നമ്മൾ മിസ്റ്റിങ്ങിൻ്റെ സമയം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കാണിക്കുക എത്ര സമയമാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ 4 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ പൈപ്പിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതുവഴി വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പം ടെസ്റ്റിംഗ് ആയതുകൊണ്ട് ഫുള്ള് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിങ്ങനെ കൈ കൊണ്ട് ക്ലോസ് ചെയ്ത് പിടിച്ചേക്കുവാണ് ചെയ്യുന്നത്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 വരുന്നില്ലടാ. കോച്ച് അവൻ്റെ ക്ഷമ ഇട്ടു. വെള്ളം വന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാനും അവർക്ക് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കുറേ നേരമായില്ലേ. സംഭവം 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മിസ്റ്റിങ്ങിൻ്റെ ഹാങ്ങിങ് വഴി വെള്ളമൊന്നും പുറത്തേക്ക് വന്നില്ല. പക്ഷേ ഞാനിങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിരുന്ന ഭാഗത്തു നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രിപ്പിങ്ങിന് മാത്രമേ നമുക്ക് ഈ പ്രഷർ ഇല്ലാത്ത പൈപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ആ ടൈമർ സഹിതം ഊരി എടുത്തിട്ട് ബാക്കിൽ നമുക്ക് മോട്ടറിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ് കണക്ഷനുള്ള പൈപ്പുണ്ട്, അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ഫുൾ ടൈം നമ്മൾ പിന്നെ മോട്ടർ ഓണാക്കി ഇടുകയാണ് ചെയ്തത്. ഇവിടേക്ക് കണക്ട് ചെയ്ത് മോട്ടർ ഓണാക്കി വഴിക്കാൻ ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ പ്രൈസ് നോക്കാം. ഈ ഒരു ഹാങ്ങിങ്ങിന് ഓരോന്നിന് 5 ദിറംസ് വെച്ചിട്ടാണ് വന്നത്. ആദ്യം നമ്മൾ 6 എണ്ണങ്ങളാണ് മേടിച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് എക്സ്ട്രാ മേടിക്കുക ചെയ്തത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് പൈപ്പിന് 1 മീറ്ററിന് 1 ദിറംസ് വെച്ചിട്ടാണ് വരുന്നത്. ആദ്യം നമ്മൾ 20 മീറ്റർ മേടിച്ചു. പിന്നെ എക്സ്ട്രാ നമ്മുടെ ആവശ്യമനുസരിച്ച് അളന്നിട്ട് നമ്മൾ പിന്നീട് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൈപ്പൊക്കെ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഡീഷണൽ സാധനങ്ങളൊക്കെ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കൊന്ന് നോക്കാം. ആ ബ്ലാക്ക് പൈപ്പ് 2 എണ്ണം ജോയിൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതുപോലത്തെ ഈ ഷേപ്പിലുള്ള കണക്ടർ യൂസ് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ പൈപ്പ് ഉള്ളിലോട്ട് കടത്തി വെച്ച് കൊടുക്കാം. പക്ഷേ ചില സമയത്ത് ജോയിൻ്റ് ഇടുമ്പം ഇതിനിടയ്ക്കൂടെയൊക്കെ വെള്ളം ലീക്കായി പോകും. അപ്പോൾ അങ്ങനെ ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലാമ്പ് മേടിക്കാൻ കിട്ടും. ഈ ഒരു ക്ലാമ്പും കൂടി ആ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിലൊക്കെ നമ്മൾ ആ ഒരു ഗ്യാസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഓൾറെഡി ഞാനിതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് 2 പൈപ്പ് കണക്ട് ചെയ്യാനാണ്. സപ്പോസ് നമുക്കൊരു കോർണറിലാണ് കണക്ട് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് ഒരു പൈപ്പ് ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത പൈപ്പ് ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു L ഷേപ്പിലുള്ളത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതാണ് കണക്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ ആ ഒരു ക്ലാമ്പ് വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണം. പിന്നുള്ളത് T ഷേപ്പിലുള്ളതാണ്. ഇതിപ്പോൾ 2 സൈഡിൽ നിന്ന് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ കൂടി വേണമെങ്കിൽ ഒരു അഡീഷണൽ, ഇപ്പം നമുക്ക് നേരെ പോകുന്ന പൈപ്പിൽ നിന്ന് സൈഡിലോട്ട് കൂടി ഒരു എക്സ്ട്രാ സ്പ്രെയർ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങോട്ടും ഒരു പൈപ്പ് ഒക്കെ വിടണമെങ്കിൽ നമുക്ക് ഈ ഒരു T ഷേപ്പ് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ നേരത്തെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആ ഒരു ഹോൾ പഞ്ചർ, നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഹോൾ ഇടുന്നത്. ഇതിപ്പോൾ ഒരു പഞ്ചറിനകത്ത് 2 ഹോൾ ഇടുന്ന ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. നമ്മൾ ഈ മിസ്റ്റിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്ന ആ സെൻറ്ററിലുള്ള വലുതാണ്. ഈ ചെറുത് യൂസ് ചെയ്യുന്നത് സാധാരണ ഈ ഡ്രിപ്പിങ്ങിനുള്ള ഇങ്ങനെയുള്ള കുഞ്ഞു സാധനം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെറിയ പഞ്ചിങ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ മിസ്റ്റിങ് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു ചെടിയുണ്ട്, അവിടെ മാത്രം കുറച്ച് വെള്ളം താഴേക്ക് വീണമെങ്കിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ഡ്രിപ്പിങ്ങിന് ഉപയോഗിക്കുന്ന നോസിൽസും അതിനിടയ്ക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ മിസ്റ്റിങ്ങിൻ്റെ നോസിൽസ് നമ്മൾ ഈ ഒരു പൈപ്പിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ എത്ര പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഉള്ളിലോട്ട് കയറാറില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ ആ ഒരു പൈപ്പ് ഇങ്ങനെ ഒന്ന് പഴുത്തിരിക്കുന്ന സമയത്ത് അതിങ്ങനെ വളഞ്ഞും കൂടി പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ബോൾ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതിങ്ങനെ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സംഭവം കൂടി ചേർത്ത് ഈ ഒരു നോസിലിനോട് അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടി ചേർത്തിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഈസി ആയിട്ട് നമുക്കത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പം ഒരു ഹാങ്ങിങ്ങിൽ ഇതുപോലെ 4 സ്പ്രെയറാണ് വരാറുള്ളത്. ഇതിൽ 4ലും ഇത് ഈ കാണുന്ന പോലത്തെ ബ്ലാക്ക് അടപ്പുകൾ ഉണ്ടാവും. ഇത് ശരിക്കും ഇങ്ങനെ ആ ഒരു സ്പ്രേയുടെ വിട്ട് നമുക്ക് കുറച്ചിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വീഴാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ചില സമയത്ത് ഈ സംഭവം അതിൻ്റെ ആ ലോക്കിൽ നിന്ന് വിട്ട് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മോട്ടോർ ഓൺ ആക്കുന്ന സമയത്ത് ഈ സംഭവം തെറിച്ച് പോകാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് ഇതുപോലെ 2 തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് സംഭവം മനസ്സിലായത് കാരണം എല്ലാം ലോക്കാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പിന്നീട് മോട്ടോർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പൈപ്പിൻ്റെ അവസാനം വെള്ളം പോകാണ്ട് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പറും കൂടി ഉണ്ടായിരുന്നു. അതിങ്ങനെ 2 റിങ് ഒന്നിച്ച് വെച്ച പോലെയുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു റിങ്ങിൻ്റെ ഉള്ളിലൂടെ പൈപ്പ് ഉള്ളിലോട്ട് വിട്ടിട്ട് പൈപ്പിനെ ഒന്ന് ഒടിച്ചിട്ട് അടുത്ത റിങ്ങിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുക. സപ്പോസ് ആ സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ആ പൈപ്പ് ഒന്നിങ്ങനെ മടക്കി നമ്മുടെ ഈ ഒരു ഫിംഗർ ഇങ്ങനെ മടക്കുന്ന പോലെ മടക്കിയിട്ട് ഒരു കമ്പി കൊണ്ട് കെട്ടി വെച്ചാലും മതിയാവും. പിന്നെ വെള്ളം പുറത്തേക്ക് പോവില്ല. വെള്ളം നമ്മൾ വീടിൻ്റെ ചുറ്റുമായിട്ടും പിന്നെ ഈ ഒരു ഷെയ്ഡിൻ്റെ അടിഭാഗത്തും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു 12 ഹാങ്ങിങ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അഡീഷണലായിട്ട് 1-2 ചെടികൾക്ക് തീരെ വെള്ളം കിട്ടാത്ത ഭാഗത്ത് ചെറിയ നോസിൽസ് നമ്മൾ ഡ്രിപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു റെഡ് കളറിൽ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂവേഷനായിട്ട് മതിലിന് പുറത്തുകൂടി ഇട്ടിട്ട് താഴ്ഭാഗത്തായിട്ട് ഡ്രിപ്പിങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കണക്ഷൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഈ ടൈമറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി ലെങ്ത് കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞിട്ട് ഈ മിസ്റ്റിങ് അധികം നല്ലതായിട്ട് വരാണ്ട് ഇങ്ങനെ പതുക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ടൈമറിൻ്റെ ഒരു സൈഡിലുള്ളത് നമ്മൾ മിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രവും പിന്നെ അടുത്ത സൈഡിൽ നിന്നുള്ളത് മതിലിന് പുറത്തേക്കുള്ള ഡ്രിപ്പിങ്ങിനായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടും ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരേ സമയമാണ് സെറ്റാക്കി കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇവിടെ മിസ്റ്റിങ് വർക്ക് ചെയ്യും, അതിനുശേഷം മതിലിന് പുറത്തുള്ള ഡ്രിപ്പിങ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. അത്യാവശ്യം മറ്റുള്ള സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ മിസ്റ്റിങ് വീഴുന്ന ഭാഗത്തൊക്കെയുള്ള ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും വലിയൊരു ഉപകാരമായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഇതുവരെയും പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു കറുത്ത പൈപ്പ് നമ്മൾ അത്യാവശ്യം നല്ല വെയിലത്തൂടിയൊക്കെയാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 വർഷമൊക്കെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. മേ ബി സമ്മർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് അകത്തോട്ട് എടുത്ത് വെക്കാം. എന്തായാലും തൽക്കാലം നമ്മൾ അതിനെപ്പറ്റി ഒരു പ്ലാനും ഇട്ടിട്ടില്ല. ഇതുവരെ നമുക്ക് ഓക്കെ തന്നെയാണ്. ഈ മിസ്റ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഡ്രിപ്പിംഗ് കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.